പ്രിയരെ, 2024 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ പ്രഭാഷകൻ 39 അധ്യായത്തിൽ നിന്നുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം: അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്താരാഞ്ഞറിയുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഉത്തരം: എല്ലാ പൗരാണിക ജ്ഞാനവും. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഉത്തരം: പ്രവചനങ്ങളിൽ. എന്തു പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവനാണ് എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞു പഠിക്കുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത്. ഉത്തരം: അത്യുന്നതൻ്റെ നിയമങ്ങൾ. ആരാണ് വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യുന്നത്? ഉത്തരം: അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിൻ്റെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഉത്തരം: ഉപമകളുടെ പൊരുൾ. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആരുടെ വാക്ക് വിലമതിക്കും എന്നാണ് പറയുന്നത്. ഉത്തരം: വിശ്രുതരുടെ. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിൻ്റെ ആന്തരാർത്ഥം തേടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഉത്തരം: ആപ്തവാക്യങ്ങളുടെ. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും എന്ത് സ്വായത്തമാക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം: ഉപമകളുടെ നിഗൂഢതകൾ. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആരെയാണ് സേവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: മഹാന്മാരെ. ആർക്കാണ് മനുഷ്യരുടെ നന്മതിന്മകൾ വേർതിരിച്ചറിയാൻ കഴിയുമെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത്? ഉത്തരം: അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവന്. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവർ എന്തന്വേഷിക്കാനാണ് അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നത്? ഉത്തരം: സ്രഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ. സ്രഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നവൻ എവിടെയാണ് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്? ഉത്തരം: അത്യുന്നതൻ്റെ മുൻപിൽ. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുള്ളവൻ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും എന്തിനായി യാചിക്കുകയും ചെയ്യുന്നു? ഉത്തരം: പാപമോചനത്തിനായി. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുള്ളവനിൽ കർത്താവ് കനിഞ്ഞാൽ അവനിൽ എന്ത് നിറയുമെന്നാണ് പറയുന്നത്? ഉത്തരം: ജ്ഞാനത്തിൻ്റെ ചൈതന്യം. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുള്ളവനിൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം നിറയുന്നത് എപ്പോഴാണ്? ഉത്തരം: സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എപ്പോഴാണ് കർത്താവിന് നന്ദി പറയുന്നത്? ഉത്തരം: ജ്ഞാനത്തിൻ്റെ ചൈതന്യം നിറയുമ്പോൾ. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എപ്രകാരമാണ് കർത്താവിന് നന്ദി പറയുന്നത്? ഉത്തരം: വിജ്ഞാന വചസ്സുകൾ പൊഴിച്ച് പ്രാർത്ഥനാപൂർവം. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയുന്നത് എപ്പോഴാണ്? ഉത്തരം: ജ്ഞാനത്തിൻ്റെ ചൈതന്യം നിറയുമ്പോൾ. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവനിൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം നിറയുമ്പോൾ എന്തിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്? ഉത്തരം: അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച്. ജ്ഞാനത്തിൻ്റെ ചൈതന്യം നിറയുന്നവൻ എന്തിലൂടെയാണ് അറിവ് പ്രകടമാക്കുന്നത്? ഉത്തരം: പ്രബോധനങ്ങളിലൂടെ. ജ്ഞാനത്തിൻ്റെ ചൈതന്യം നിറയുന്നവൻ എന്തിലാണ് അഭിമാനം കൊള്ളുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ. ആരുടെ നാമമാണ് തലമുറകളിലൂടെ ജീവിക്കുമെന്ന് പറയുന്നത്? ഉത്തരം: ജ്ഞാനത്തിൻ്റെ ചൈതന്യം നിറയുന്നവൻ്റെ. ജനതകൾ അവൻ്റെ വിജ്ഞാനം പ്രഘോഷിക്കും, സമൂഹം അവൻ്റെ സ്തുതി ഉദ്ഘോഷിക്കും. ആരുടെ? ഉത്തരം: ജ്ഞാനത്തിൻ്റെ ചൈതന്യം നിറയുന്നവൻ്റെ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായവും വാക്യങ്ങളും ഏത്? ഉത്തരം: 39 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പ്രഭാഷകൻ 39 അധ്യായത്തിൽ
വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്തുപോലെ സൗരഭ്യം പരത്തുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, കുന്തുരുക്കം പോലെ. എപ്രകാരമാണ് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തോട് നന്ദി പറയുകയും ചെയ്യുവിനെന്ന് പറയുന്നത്? ഉത്തരം, സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ. എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അവയെല്ലാം എപ്രകാരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, അത്യുത്തമം. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രഭാഷകൻ 39-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? ഉത്തരം, 2 പ്രാവശ്യം. അവിടുത്തെ എന്തിനെയാണ് പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, രക്ഷാകര ശക്തിയെ. എന്താണ് നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, അവിടുത്തെ അനുഗ്രഹം. ആർക്കാണ് അവിടുത്തെ മാർഗം ഋജുവാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, വിശുദ്ധർക്ക്. ദുഷ്ടർക്ക് അവിടുത്തെ മാർഗം എപ്രകാരമുള്ളതാണ്? ഉത്തരം, പ്രതിബന്ധങ്ങൾ നിറഞ്ഞത്. നന്മയും തിന്മയും ആദ്യം മുതൽ തന്നെ ആർക്കുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്? ഉത്തരം, തിന്മ ദുഷ്ടർക്ക്, നന്മ ശിഷ്ടർക്ക്. ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാല്, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം ഇവ മനുഷ്യൻ്റെ ജീവിതത്തിലെ എന്താണെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, പ്രാഥമിക ആവശ്യങ്ങൾ. മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് എത്ര കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം, 10 കാര്യങ്ങൾ. ആർക്കാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ നന്മയായി പരിണമിക്കുന്നത്? ഉത്തരം, ദൈവഭക്തർക്ക്. ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ തിന്മയായി പരിണമിക്കുന്നത് ആർക്ക്? ഉത്തരം, ദുഷ്ടർക്ക്. എന്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്? ഉത്തരം, പ്രതികാരത്തിനായി. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റ് എപ്പോഴാണ് ആഞ്ഞടിക്കുന്നത്? ഉത്തരം, കോപാവേശത്താൽ. എപ്പോഴാണ് കാറ്റുകൾ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കുമെന്ന് പറയുന്നത്? ഉത്തരം, സംഹാരമുഹൂർത്തത്തിൽ. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും എന്തിനായി സൃഷ്ടിക്കപ്പെട്ടവയാണ് എന്നാണ് പറയുന്നത്? ഉത്തരം, പ്രതികാരത്തിനു വേണ്ടി. ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും എന്തിനു വേണ്ടിയുള്ളതാണ്? ഉത്തരം, പ്രതികാരത്തിനു വേണ്ടി. എന്താണ് അവിടുത്തെ കൽപ്പനയിൽ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നത്? ഉത്തരം, പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവ. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് എന്തു നിറവേറ്റുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം, ആവശ്യങ്ങൾ. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അധ്യായവും വാക്യവുമേത്? ഉത്തരം, പ്രഭാഷകൻ 39-ാം അധ്യായം 34-ാം വാക്യം. എപ്രകാരമുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, പൂർണ്ണ ഹൃദയത്തോടെ. പൂർണ്ണ ഹൃദയത്തോടെ എന്തു ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ നാമം വാഴ്ത്തുവിനെന്നാണ് പറയുന്നത്? ഉത്തരം, ഉച്ചത്തിൽ ഗീതം ആലപിച്ച്. താങ്ക് യു.